ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സോ ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് VB സിനിമാസ്, അതായത് തൃപ്പയാറാണ് കേട്ടോ. സിനിമ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതല്ല. അവിടെ ഫുഡ് കോർട്ട് ഉണ്ട്. അവിടെ ശ്രീ മു ശരവണ ഭവനിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ആക്ച്വലി ഞാൻ എന്താ പറയുക, ഒരു വീഡിയോ കണ്ടപ്പോൾ ഈ ഒരു ശ്രീ മു ശരവണ ഭവനിൽ എന്താ പറയുക, മഷ്റൂം മസാല ദോശ അത് നല്ല അടിപൊളിയാണെന്നൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഒന്ന് കഴിക്കണമെന്ന് തോന്നി, എനിക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതാണ്, ഇതിനു വേണ്ടി മാത്രം വന്നതാണ് കേട്ടോ. അപ്പോൾ ദാ അർജുൻ ഓർഡർ ചെയ്തത് പനീർ മസാല ദോശയാണ്. ആക്ച്വലി മെനുവിൽ കൊടുക്കുന്നത് ഇങ്ങനെയായിരിക്കും, അതായത് ദോശ എന്ന് പറഞ്ഞിട്ട് അതിൽ താഴെ കൊടുത്തിരിക്കുന്നത് പനീർ മസാല റോസ്റ്റ്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം മസാല ദോശയാണത്. അതുപോലെ മഷ്റൂം എന്താ പറയുക, മഷ്റൂം മസാല റോസ്റ്റ് അങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അർജുൻ ഓർഡർ ചെയ്തത് പനീർ മസാല റോസ്റ്റാണ്. പക്ഷേ സംഭവം നല്ല കിഡു ടേസ്റ്റ് ആയിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു തരാനേ പറ്റുള്ളൂ, അത് നിങ്ങൾ അവിടെ പോയി കഴിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഇതിൽ നിന്ന് ഞാൻ പനീർ എന്താ പറയുക മസാല ദോശ കഴിക്കുന്ന സമയത്താണ് എനിക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള മഷ്റൂം മസാല റോസ്റ്റ് വന്നത്. ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളി എന്ന് പറഞ്ഞാൽ ഇത്ര സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ. എന്താ പറയുക, സാധാരണ മസാല ദോശ മാറി നിൽക്കും, അതുപോലെ അത്രയും ടേസ്റ്റ് ആയിരുന്നു മഷ്റൂം മസാല റോസ്റ്റ്. പനീരും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി സ്പൈസി ആയിരുന്നു ഈ ഒരു മഷ്റൂമിൻ്റെ. പക്ഷെ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു നോൺ ആ ഒരു സംഭവം ആയിട്ടാണ് തോന്നിയത്. പക്ഷേ റിയലി ഗുഡാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും തൃപ്പയാറ് പോകുമ്പോൾ ഈ ഒരു VB സിനിമാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മോളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫുഡ് കോർട്ട് ഉണ്ട്. അവിടെ ശരവണ ഭവനിൽ പോവുക, ഈ ഒരു ഫുഡ് ഓർഡർ ചെയ്യുക. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചാൽ 7 ടൈപ്സ് ഓഫ് ഊത്തപ്പം. അതായത് ഒരു പ്ലേറ്റിൽ 7 തരം ഊത്തപ്പം അവർ സെർവ് ചെയ്യും. അപ്പോൾ അതെന്ന് പറയുന്നത് കുറേ ഉണ്ട്. എന്താ പറയുക, ഞാൻ പറയാം. അതിന് മുന്നേ ഇതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന സൈഡ് ഡിഷസ്, അതായത് ദോശയ്ക്ക് കിട്ടിയിട്ടുള്ള സൈഡ് ഡിഷസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പുതിന ചട്നിയാണ്, പിന്നെ ഒന്ന് തക്കാളി ചട്നി, അതായത് തക്കാളി ചട്നിയാന്ന് തോന്നുന്നു, ചോപ്പ് ഒരു കളറിൽ, പിന്നെ തേങ്ങ ചട്നി, പിന്നെ സാമ്പാർ. ഇതും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതായത് പുതിന ചട്നി തക്കാളി ചട്നിക്ക് ഒന്നും അധികം എന്താ പറയുക, ഒരു സ്വീറ്റ് ടേസ്റ്റാണ്. എന്നാൽ എരിവ് അധികമല്ല, എന്നാൽ സ്വീറ്റ് ആയാലൊരു ടേസ്റ്റാണ്. അതുപോലെ തേങ്ങ ചട്നിയും കുഴപ്പമില്ല, അധികം എരിവ് ഇല്ല ഈ ചട്നികൾക്കൊന്നും. പിന്നെ സാമ്പാറും നല്ല അടിപൊളി, ഒരു തമിഴ് സ്റ്റൈലുള്ള സാമ്പാറിൻ്റെ ടേസ്റ്റ്. ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എന്താ പറയുക, വീണ്ടും വീണ്ടും പോകാനായിട്ട് തോന്നുന്ന ഒരു സംഭവമായി ഒരു ഇതാണ് കേട്ടോ ഈ ഇവിടുത്തെ ഫുഡ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള 7 ടൈപ്സ് ഓഫ് ഊത്തപ്പം വന്നിരിക്കുന്നു, കണ്ടില്ലേ? ഇതെന്ന് പറയുന്നത് ഒരു ഊത്തപ്പം, അത് 7 ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളിത് ഓരോന്നും അതായത് 7 എണ്ണം വ്യത്യസ്തമായുള്ള നമ്മളെല്ലാവരും അതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കും. പകുതിയായിട്ട് എടുത്ത് ഇങ്ങനെ ട്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് കോളിഫ്ലവർ ആയിരുന്നു. കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു ഊത്തപ്പമായിരുന്നു. പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് പിന്നത്തെ ഊത്തപ്പം എന്ന് പറയുന്നത് കാഷ്യൂനട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഊത്തപ്പം ആയിരുന്നു. പിന്നെ ഗ്രീൻ പീസിൻ്റെ ഒരു ഊത്തപ്പം. പിന്നെ ഏതായിരുന്നു, അങ്ങനെ ഒനിയൻ ഊത്തപ്പം ഉണ്ടായിരുന്നു. പിന്നെ ക്യാരറ്റും ബീൻസും ചേർത്തിട്ടുള്ള ഊത്തപ്പം ഉണ്ടായിരുന്നു. പിന്നെ മഷ്റൂമിൻ്റെ ഊത്തപ്പം ഉണ്ടായിരുന്നു. പിന്നെ പനീർ ഊത്തപ്പം അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് പനീർ ഊത്തപ്പം. പിന്നെ ഒനിയൻ ഊത്തപ്പം ആസ് യൂഷ്വൽ നമുക്ക് അറിയാമല്ലോ, നമ്മൾ സാധാരണ കഴിക്കാറില്ല. പക്ഷെ പനീർ ഊത്തപ്പം എനിക്ക് അടിപൊളി, നല്ല ഇഷ്ടപ്പെട്ടു.
അപ്പോൾ ഞങ്ങൾ എല്ലാവരും അതിൽ നിന്ന് ഓരോന്നും ഇങ്ങനെ പൊടിച്ച് എല്ലാവരും കഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സംഗതി നല്ല സൂപ്പർ ടേസ്റ്റ്. ഞാൻ ഈ സൂപ്പർ ടേസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഇനിയിപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും പോയി ഹോട്ടലിൽ പോയി ഒന്ന് ഭക്ഷണം അവിടുത്തെ ആ ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ വിടുക. അപ്പോൾ ഇപ്പം എല്ലാവർക്കും ഓരോപോലെ ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ലല്ലോ. അപ്പം എന്തായാലും ഞാനിതൊരു വീഡിയോ കണ്ടിട്ടാണ് പോയത്. പക്ഷെ സംഭവം നല്ല കിടു ടേസ്റ്റ്. എനിക്ക് എന്താ പറയുക, മസ്റ്റ് ട്രൈ ആണ് ഈ മസാല ദോശയിൽ മറ്റേ മഷ്റൂം മസാല, അത് പനീർ മസാല ഒക്കെ നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് വാങ്ങിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പം അതുപോലെ ഈ ഊത്തപ്പം ഓക്കെ, അത് 5 ടൈപ്സ് ഓഫ് ഊത്തപ്പം ഉണ്ട്, 7 ടൈപ്സ് ഓഫ് ഊത്തപ്പം ഉണ്ട്. അപ്പം നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം. ഐ മീൻ അതിൽ ഏതെങ്കിലും ഓർഡർ ചെയ്യാം. അപ്പോൾ അവർ എങ്ങനെയാണ് അത് 5 ടൈപ്സ് ആകുമ്പോൾ അവർ എങ്ങനെയാണെന്ന് അങ്ങനെ അതൊന്നും ചോദിച്ചില്ല. ഞാനിപ്പോൾ എന്തായാലും 7 എണ്ണം കണ്ടപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ 7 ടൈപ്സ് ഓഫ് ഊത്തപ്പം ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ നമ്മൾ ചായ കോഫിയൊക്കെ ഓർഡർ ചെയ്തു. അതിനിടയിൽ എൻ്റെ താഴെയുള്ള മോന് ചിക്കനാണ് ഫസ്റ്റ് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ കാണുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ചിക്കൻ റോളും റാപ്പും മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ അവന് ഫുഡ് ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടും ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ടും അവന് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നില്ല, ഫുഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് അവിടുത്തെ വാഷ്റൂം ഏരിയയും അതുപോലെ തന്നെ ടോയ്ലറ്റൊക്കെ നല്ല കുഴപ്പമില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഓൾറെഡി ഇതൊരു എന്താ പറയുക, സിനിമ തിയേറ്റർ കൂടിയാണല്ലോ. മേലെ തിയേറ്ററും താഴെ ഫുഡ് കോർട്ടും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ അങ്ങോട്ട് മേലേക്കൊന്നും ഞങ്ങളങ്ങനെ പോയൊന്നുമില്ല. നമ്മൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ടല്ലല്ലോ പോയിരിക്കണേ, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് രാത്രി. എന്നിട്ട് രാത്രി ഞങ്ങൾ ഇതിന് വേണ്ടി ഇരിങ്ങാലക്കുടയിൽ നിന്ന് തൃപ്പയാർക്ക് പോയതാണ്. അപ്പോൾ പിറ്റേ ദിവസമാണെങ്കിൽ അർജുൻ പോവുകയാണ്. അപ്പോൾ പിന്നെ അവൻ പോണേക്കാളും മുന്നേ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഫൈനലി കുറേ നേരം ഇരുന്ന് ഫൈനലി ഓർഡർ ചെയ്തത് വന്നു. അപ്പോൾ ചിക്കൻ റാപ്പ് അല്ല അവർ ഓർഡർ ചെയ്തത്. അവിടെ ചെന്നപ്പോൾ അവർ മാറ്റി എന്താ പറയുക, ഫ്രൈഡ് ചിക്കനാണ് ഓർഡർ ചെയ്തത്. ഐ മീൻ യെസ്, ദിസ് വൺ. അതും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. നല്ല സൂപ്പർ, കുറച്ച് സ്പൈസി, എനിക്ക് സ്പൈസി ആയിട്ട് തോന്നി. അവർക്ക് അത്ര സ്പൈസി ഇല്ല എന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് സ്പൈസി ആയിട്ട് തോന്നി. നല്ല ക്രിസ്പി, നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. ചിക്കൻ എന്നാണ് നമ്മൾ ഇതേ നമ്മൾ കണ്ടുള്ളൂ, വേറെ ഒന്നും അങ്ങനെ അവിടെ ഇല്ല. അപ്പോൾ ചിക്കനും ശരവണ ഭവനും മാത്രമേ അവിടെ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ എന്തായാലും ഇത് ഫുഡൊക്കെ സൂപ്പർ ടേസ്റ്റ് ഫുഡോടാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും പോകുമ്പോൾ അവിടെ ചെന്നൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോസുകളൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ശരവണ ഭവൻ, ശ്രീ മൂ ശരവണ ഭവനിൽ ഒരു പ്രാവശ്യം പോവുക, അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി നല്ല നല്ല വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്കും അറിയാവുന്ന ഫുഡ് സ്പോട്സുകളുണ്ടെങ്കിൽ, നല്ല നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ടുകളുണ്ടെങ്കിൽ നമുക്ക് പരിചയപ്പെടുത്തി തരിക, നമുക്ക് കമൻസിൽ എഴുതുക. അപ്പോൾ നമ്മൾ അവിടെ വന്ന് ട്രൈ ചെയ്യുന്നതാണ്. ആൻഡ് സോ എല്ലാവരും ശരവണ ഭവനിൽ പോയിട്ട് മഷ്റൂം മസാല റോസ്റ്റും അതുപോലെ പനീർ മസാല റോസ്റ്റും ഊത്തപ്പൊക്കെ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒരുപാട് മെനൂസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഒരു പ്രാവശ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.